ഹായ് ഗൈസ്, കൊച്ചിൻ ഫുഡ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥലം പിടിയിട്ട് കാണുമല്ലോ. മൂന്നാറിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. റൂട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്നുണ്ട്, ഞാൻ അത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് പോവാം. നമ്മൾ മൂന്നാർ പോകുമ്പോൾ ആദ്യം ചോട്ടുന്നത് നമ്മുടെ ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെയാണ്. ധാരാളം ടൂറിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. വെള്ളമുള്ളതുകൊണ്ട് വാട്ടർഫോൾ കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ ചീയപ്പാറ വാട്ടർഫോൾസിന്റെ വെള്ളം ഇതാ ബ്രിഡ്ജിന്റെ അടുത്ത് കൂടെ ഒഴുകി ഇതിലാണ് പോണത്. അടുത്ത വാട്ടർഫോളുകൊണ്ട് കൂടാനും ശ്രദ്ധിക്കാറില്ല. ഇവിടെയും നല്ല വ്യൂ തന്നെയാണ്. ഇതേ കണ്ടില്ലേ, ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർഫോൾ അടുത്തുനിന്ന് കാണാം. കൊള്ളാം, അത്യാവശ്യം വെള്ളമുള്ളതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളവിടെ ഒന്ന് പിന്നെയും യാത്ര തുടരുവാണ്. ഞാൻ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. ബാക്കിയുള്ള റൈഡിങ് വീഡിയോസൊക്കെ മാക്സിമം ഒഴിവാക്കിയേക്കാണ്. നമ്മൾ അടിമാലിക്ക് കഴിഞ്ഞ് മൂന്നാർ എത്താറാകുമ്പോഴാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നത്. ആ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറ കാറിന് അകത്തൂടി പിടിച്ചതുകൊണ്ട് ഡാഷ്ബോർഡ് നമ്മുടെ വീഡിയോയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ തേയിലത്തോട്ടങ്ങളും മലനിരകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൈബായി വരുന്നുണ്ട്. ഈ മൂന്നാമത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എത്ര പോയാലും എടുക്കാത്തൊരു ട്രിപ്പാണോ. അവിടുത്തെ ക്ലൈമറ്റും കാഴ്ചകളും എത്ര കണ്ടാലും മതി വരില്ല. ഇവിടെ മൊത്തത്തിലൊരു പച്ചപ്പാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിർമയാണ്. അല്ലേ, ദൂരെ തിങ്ങി നിൽക്കുന്ന മരങ്ങളും തേയിലത്തോട്ടങ്ങളും പിന്നെ മലനിരകളും. നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ട്, ഇപ്പോൾ മൂന്നാറൊക്കെ പോകാൻ പറ്റുമോ, പോയി കഴിഞ്ഞാൽ തന്നെ റൂമൊക്കെ കിട്ടുമോ, പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമോ, ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് അതും കൂടി നമുക്ക് ഈ ട്രിപ്പിലൂടെ നോക്കാം. അപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും പലയിടത്തും ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം മൂന്നാർ എങ്ങനെയാണെന്നറിയാലോ. നമ്മളിന്നൊരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കണേ. പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് എന്തോരം കവർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എന്നാലും നമുക്ക് പറ്റാവുന്ന മാക്സിമം സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാം. ഇതിൽ ഡ്രൈവ് ചെയ്യുന്നതിന് വല്ലാത്തൊരു മൂഡാണ് കേട്ടോ. അത് തന്നെയാണ് ഈ ട്രിപ്പിൻ്റെ ത്രില്ലിങ്ങും. നമ്മുടെ മൂന്നാർ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മൂന്നാറെത്തുമ്പോഴുള്ള തിങ്ങി നിറഞ്ഞ മരങ്ങൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ മൂന്നാർ തൽക്കാലം ചവിട്ടുന്നില്ല. ഇവിടെ സ്റ്റേ അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം മറയൂർ റൂട്ട് പിടിക്കുകയാണ്. പിന്നെ റൂംസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് റൂംസൊക്കെ കിട്ടും, സ്റ്റേ ഒക്കെ ചെയ്യാം. അതെ, ഇവിടെ കണ്ണന്തേവൻ്റെ ടീ സെയിൽസ് ഔട്ട്ലെറ്റൊക്കെ ഉണ്ട്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി 53, മറയൂർ പാർക്ക് 36, ഇരവിക്കുളം 6 കിലോമീറ്റർ. ഇവിടെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. റോഡൊക്കെ ഇടിച്ചിട്ടുണ്ട്. മരച്ചില്ലകളും ബാരിക്കേഡൊക്കെ വെച്ച് ചെറിയ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റോഡ് സൈഡിൽ ഈ മരക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് കുഞ്ഞ് വെയിലേക്ക് ഇട്ടിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ചെറിയ ഹെയർ പിന്നാണ് കേട്ടോ. വലിയ റിസ്ക്കുകളൊന്നുമല്ല, നോർമൽ ഹെയർ പിന്നാണ്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നല്ല തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ കാണാം. നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്ക് എത്താറായിട്ടുണ്ട്. മറയൂർ 35 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മുടെ പാർക്ക് എത്തി. പാർക്ക് ഓപ്പൺ ആണ് കേട്ടോ, വണ്ടികളൊക്കെ ധാരാളം പോകുന്നുണ്ട്. ഇവിടെ ടീ സെയിൽസ് ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ തൽക്കാലം ഇവിടെ ചവിട്ടുന്നില്ല, നമ്മൾ നേരെ മറയൂർ റൂട്ട് പിടിക്കുകയാണ്. അപ്പോൾ നീലക്കുറിഞ്ഞിയും വരയാടുകളെയൊക്കെ കാണണമെന്നുള്ളവർക്ക് ഇവിടെ ഇറങ്ങാം. ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ളതുകൊണ്ടാണ് അവിടെ നിർത്തായിരുന്നത്.
നമ്മുടെ മുന്നിൽ രജിസ്റ്റേർഡ് ഒരു റിനോൾട്ടോ ഡ്രൈവറും ഉണ്ട്. കൊള്ളാം, ബഡ്ജറ്റായിട്ട് എടുക്കാൻ പറ്റിയവർക്ക് നല്ലൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ടല്ലോ. വീണ്ടും നമ്മൾ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര തുടരുവാണ്. ഇവിടെ 2 ട്രാക്ടറൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങളിലെ പണിക്കാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇവിടെയും നല്ല അടിപൊളി വ്യൂ ആണ്. നിറച്ച് തേയിലത്തോട്ടങ്ങളാണ്. നമ്മൾ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ പതുക്കെ ചവിട്ടി. ഈ മലമുകളിലൂടെ ബ്ലാങ്കറ്റ് വിരിച്ച പോലെയാണ് തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നത്. അതിനിടയിൽ നമുക്ക് കുറച്ച് പാറക്കൂട്ടങ്ങളും മരങ്ങളൊക്കെ കാണാം. മിക്കവാറും ഓറഞ്ച് മരങ്ങളും പിന്നെ വിറകിനുള്ള മരങ്ങളൊക്കെയാണ്. ഇവിടെ വല്ലാത്തൊരു സൈലൻസ് ആണ്. വേറെ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നുമില്ല. വണ്ടിയുടെ ഇടയ്ക്കുള്ള സൗണ്ട് അല്ലാണ്ട് വേറെ സൗണ്ടുകളൊന്നുമില്ല. ഇവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. നീലക്കുറിഞ്ഞിയുടെയും വരയാടുകളുടെയും നാട്ടിലേക്ക് സ്വാഗതം. ഭൂമിയിലെ അപൂർവ സുന്ദര നീലവസന്തം വരും തലമുറക്കായി സംരക്ഷിക്കാം. കൊള്ളാം, നല്ല അടിപൊളി സന്ദേശം. ഇനിയുള്ള കാലം ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു വാട്ടർഫോളാണ് ഇപ്പോൾ നമ്മളിവിടെ ചവിട്ടി. ലക്കം വാട്ടർഫോൾസ് എന്നാണ് എൻ്റെ പേര്. ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 200 മീറ്ററാണ് വാട്ടർഫോളിലോട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഒഴുകി വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. പെർ ഹെഡ് 50 രൂപയാണ്. അതിന് ഈ വാട്ടർഫോളിലോട്ട് 100 മീറ്ററാണ് കാണിക്കുന്നത്. ഇവിടെ സ്റ്റെപ്പൊക്കെ ഇട്ട് ടൈലൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല 2 സൈഡിലും ഫെൻസൊക്കെ സെറ്റ് ചെയ്ത് ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഫോറസ്റ്റ് സ്റ്റേഷൻ കൂടിയാണ്. നമ്മുടെ ഇരുവിളക്കുളം നാഷണൽ പാർക്കിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ആ ബ്രിഡ്ജിലേക്കുള്ള വ്യൂ കാണാം കേട്ടോ. ഇവിടെ ചെറിയ നീരൊഴുക്കൊക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. കൊള്ളാം. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. അത്യാവശ്യം ടൂറിസ്റ്റൊക്കെ വന്ന് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ മൊത്തം പാറയാണ് കേട്ടോ. ചെറിയ കൺസ്ട്രക്ഷനൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ടൈലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാത്റൂം സൗകര്യം ഉണ്ട് കേട്ടോ. അത് വലിയൊരു ആശ്വാസമാണ്. പിന്നെ വെള്ളത്തിലിറങ്ങുന്നവർക്ക് കുറച്ച് മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അവിടെയാണ് കേട്ടോ നമ്മുടെ വാട്ടർഫോള്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്കപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. അടുത്ത് നല്ല വ്യൂ കിട്ടണമെങ്കിൽ അങ്ങോട്ട് ക്രോസ് ചെയ്യണം. ഒഴുക്കുള്ളതുകൊണ്ട് വഴുക്കലും അടിയൊഴുക്കൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. വെള്ളം ആ കല്ലുകൾക്കിടയിലൂടെ കുത്തിടിച്ച് പോകുന്ന നല്ല രസമുണ്ട്. നല്ല ക്ലിയർ ആട്ടോ വെള്ളം. നല്ല കണ്ണീര് പോലത്തെ വെള്ളം. അവിടെയാണ് കേട്ടോ വാട്ടർഫോൾ. അപ്പോൾ നമുക്കിത് ക്രോസ് ചെയ്ത് പോകണം. നമുക്കപ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് തെന്നാത്ത കല്ലോക്കി ചവിട്ടി പതുക്കെ ശ്രദ്ധിച്ച് പോവാം. ഇങ്ങനെ നോക്കിപ്പോയില്ലെങ്കിൽ മിക്കവാറും തലയടിച്ച് വീഴും കേട്ടോ. നല്ല അടിയൊഴുക്കുണ്ട് കേട്ടോ. നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത്. വേറെ മീനും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നല്ല ക്ലിയർ ആട്ടോ വെള്ളം. നമ്മൾ ആ വാട്ടർഫോൾസിൽ തൊട്ടടുത്തെത്തി. ഇവിടെ വന്ന് കാണണം കേട്ടോ. മീൻസ് ആ ക്രോസ് ചെയ്ത് ഇപ്പുറത്തൊന്ന് തൊട്ടടുത്തുനിന്ന് കണ്ടാലേ ആ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അണ്ടർ വാട്ടർ എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ മനസ്സൊന്നുമില്ല മുക്കാൻ. ഇവിടെ വലിയൊരു മരമുണ്ട് കേട്ടോ. ഏതാണ്ട് ഈ നീരാളി കല്ലുമ്മ ചുറ്റിപ്പിടിച്ചിരിക്കുന്നവരാണ് ആ മരം നിൽക്കുന്നത്. പക്ഷെ നല്ല തണൽ തരുന്ന മരമാണ് കേട്ടോ. ഏതാണ്ട് ഈ ഏരിയ മൊത്തം കവർ ചെയ്താണ് ആ മരം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ലക്കം വാട്ടർഫോൾസിലാണ് തിരിക്കുവാണ്. ഈ വാട്ടർഫോൾസിലൊക്കെ എൻട്രി അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ. 2 സൈഡിൽ ആ മഞ്ഞയിലുള്ള ചെടിയും പിന്നെ ആ എൻട്രൻസിൻ്റെ അവിടെ വള്ളിച്ചെടികൾ റാ ഷേപ്പിൽ പടർത്തിയേക്കുന്നതും ഉള്ള നല്ല ആംബിയൻസ് ഉണ്ടോ. കൊള്ളാം. കയറി വരുന്നവർക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടുന്ന പോലെയാണ്.
നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഫാക്ടറി കണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ നിർത്താന്ന് കരുതി. ഇതാണ് ഫാക്ടറി, വാഗാവരി ഫാക്ടറി എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു ടീ ഫാക്ടറിയാണ്. നമ്മുടെ കണ്ണന്തേവൻ പ്ലാന്റേഷൻസിന്റെ അണ്ടറിൽ വരുന്ന ഫാക്ടറിയാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. ആ ഫാക്ടറിയുടെ പേര് വെട്ടി ഒതുക്കി എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിക്കുവാണ്. കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ഈ ഡാമിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. റിസർവോയറൊക്കെ നീണ്ടു നിവർന്ന് കിടക്കാണ്. ദൂരെ മഞ്ഞു മുടിയ മലകളൊക്കെ കാണാം. സൂപ്പർ വ്യൂ ആണ്. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നിർത്തുന്ന സ്ഥലമാണിത്. ഈ പുൽമേടുകളിൽ മിക്കവാറും ആനേനെ കാണാം. എന്തുകൊണ്ട് ഇതാ അറ്റത്തായിട്ടുണ്ട്. ക്യാമറയിൽ ശരിക്കും അങ്ങോട്ട് കിട്ടുന്നില്ല. ഒരു പൊടി പോലെ അറ്റത്തായിട്ട് കാണാം. നമ്മളിവിടെ തിരിക്കുവാണ്. ഇനി ടോപ്പ് സ്റ്റേഷനിലോട്ട് എത്തണം. അത് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. ഇവിടെ മുകളിലും അതുപോലെ തന്നെ ഒരു പുൽമേടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് നേരെ ടോപ്പ് സ്റ്റേഷനിലോട്ട് വിടാം. ഈ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റൂട്ടിന്റെ പ്രധാന അട്രാക്ഷൻ ഈ രണ്ട് സൈഡിൽ നിലനിൽക്കുന്ന മരങ്ങളാണ്. ഒരു പ്രത്യേക ഫീൽ അതിൻ്റെ ഇടയിൽ കൂടി ഡ്രൈവ് ചെയ്യാനായിട്ട്. മാത്രമല്ല അത്യാവശ്യം നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ ഏരിയയാണ്. നല്ല ആംബിയൻസ് ആണ് ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ. പിന്നെ കഴിക്കുമ്പോൾ മാക്സിമം വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ നല്ലപോലെ കെയർ ചെയ്താൽ നമുക്ക് ഇനി ഈ സ്ഥലങ്ങളൊക്കെ ഇതുപോലെ തന്നെ കാണാൻ പറ്റുള്ളൂ. ഇവിടെയും ഒരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. ടീ എസ്റ്റേറ്റ് മാത്രമല്ല നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ്. ഇവിടെ അത്യാവശ്യം പശുക്കളൊക്കെ റോഡിൽ കാണാം കേട്ടോ. ഞാൻ കേട്ടാണ്, സത്യമാണോന്ന് അറിയില്ല. ഈ പശുക്കളെയൊക്കെ രാവിലെ ഇതിന് ഉടമസ്ഥരെ അയച്ചു വിടും. എന്നിട്ട് വൈകിട്ട് ടൈം ആകുമ്പോൾ ഇത് ആദ്യം തിരിച്ചു ചെല്ലുമെന്ന്. സത്യമായിരിക്കും, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ അയച്ചു വിടില്ലല്ലോ. നമ്മൾ വീണ്ടും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ പോവുകയാണ്. ഇവിടെ ധാരാളം ടൂറിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടോ. തൽക്കാലം ഞങ്ങൾ നിർത്തുന്നില്ല, ടൈമില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെയും തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള റോഡൊന്നും വലിയ സീനില്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. ചില സ്ഥലത്തായിട്ട് ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ട് വാണിംഗ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. നമ്മൾ ടോപ്പ് സ്റ്റേഷന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ലപോലെ മഞ്ഞ് കൂടി കിടക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ ആയിട്ടാണ് ആ ടിക്കറ്റ് കൗണ്ടർ. അപ്പൊ നമുക്ക് താഴത്തോട്ട് പോവാം. താഴത്തോട്ട് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഇവിടെ ടെന്റ് ക്യാമ്പിംഗ് ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. പെർ ഹെഡ് 20 രൂപയാണ് വാങ്ങുന്നത്. ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല, കോവിഡ് ആയതുകൊണ്ടാവും. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ ഓപ്പണാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും വരാം. കുറച്ചങ്ങോട്ട് ഇറങ്ങി പോകാനുണ്ട്. ഈ ഇറങ്ങിയ പടിയേക്ക് ഇനി തിരിച്ച് കയറണമെന്ന് ആലോചിക്കുമ്പോഴാണ്. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ധാരാളം പേര് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാലും കാര്യമായിട്ടുള്ള വ്യൂ ഒന്നുമില്ല, മൊത്തം മഞ്ഞുമൂടി കിടക്കാണ്. കുറച്ചുകൂടെ താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് താഴത്തോട്ട് പോവാം. കയറാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ താഴത്തോട്ട് പോയില്ല. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ തിരിച്ച് തേയിലത്തോട്ടത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് എഴുതി. നമ്മുടെ തേയിലച്ചെടികളുടെ തളിരിലേക്ക് വന്ന് നല്ല പച്ചച്ചിപ്പുണ്ട്. നമ്മുടെ കണ്ണന്തേവൻ്റെ പരിസരത്തിലേക്ക് കാണുന്ന പോലെ നല്ല രസമുണ്ട് കാണാൻ. പുതപ്പ് വിരിച്ചേക്കുന്ന പോലെ നല്ല പരന്ന് കിടക്കുക ചെടികൾ. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മളവിടെ തിരിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ എത്ര ഉണ്ടാലും മതി വരില്ല കേട്ടോ. നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ കാർ ഒതുക്കി ഇട്ടിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് തിരിച്ചപ്പോൾ ഇരുട്ടായി തുടങ്ങി. വണ്ടികളൊക്കെ നല്ലവണ്ണം കുറഞ്ഞു. ഞാൻ നൈറ്റ് മോഡ് ഓൺ ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് ക്യാമറയിൽ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്. നൈറ്റ് ആകുമ്പോൾ നമുക്ക് മൂന്നാർ പിടിക്കണം. കോട ഇറങ്ങിയപ്പോൾ ഞാൻ നല്ല ബുദ്ധിമുട്ടാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഏകദേശം മാട്ടുപ്പെട്ടി എത്താനായിട്ടുണ്ട്. നമ്മൾ ആ ആന ഇറങ്ങുന്ന ഭാഗത്തെത്തി. നമുക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കാം. നിർത്തിയത് വെറുതെ ഇല്ല, രണ്ടെണ്ണം ഉണ്ട്. ഇപ്പം നല്ല അടുത്തുനിന്ന് കാണാം കേട്ടോ. ആളുകൾ ഒരുപാട് പേരൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട്. ഇതിനെന്താ പേരൊക്കെ ഇടുന്ന തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അവർ നല്ല ജോളിയായിട്ട് പുല്ലൊക്കെ മേഞ്ഞ് നടപ്പുണ്ട്. ഇരുട്ടായി തുടങ്ങി. അപ്പം നമുക്ക് വിടാം. ടോപ്പ് സ്റ്റേഷനിൽ മൂന്നാർ എത്തിയപ്പോൾ നല്ല പോലെ വൈകി. നല്ല പോലെ കോട ഇറങ്ങിയിട്ടുണ്ട്. പോകലാമ്പില്ലാത്തതുകൊണ്ട് വ്യൂ നല്ല പോലെ കുറവാണ്. നല്ലൊരു ഫീലാണ് കേട്ടോ. ഈ ഫീലിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയില്ലേ നമ്മൾ മൂന്നാർ വരുന്നത്. നല്ല കോടയുണ്ട്, അതുകൊണ്ട് നമ്മൾ ബ്രൈറ്റ് ഇട്ടാണ് പോണത്. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ നമുക്ക് ഡിമാക്കി കൊടുക്കാം. ഈ ടൈമിലൊക്കെ നമ്മൾ എന്തായാലും ഡിമാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വന്നവർക്ക് ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി ആ ക്ലൈമറ്റ് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ്. ക്ലൈമറ്റ് ഒക്കെ കൊള്ളാം, പക്ഷെ ഒരു ഭാഗം കാണാൻ പറ്റുന്നില്ല. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ മൂന്നാറിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാക്കി ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.